ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ് ബൈ അബി. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഏഴാം ഉത്സവ ദിവസമായ ഏഴാം ദിവസം ആറ്റുകാലമ്മയെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ പ്രിയങ്കരിയായ സുന്ദരിയായ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൈ മദറും കൂടെ ഉണ്ട്. അമ്മയും ഞാനും കൂടെയാണ് ആറ്റുകാല പോകുന്നത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, എല്ലാ സ്ത്രീജനങ്ങൾക്കും സന്തോഷമാണ്. പക്ഷേ ഈ വണ്ടി ഓട്ടിക്കുന്നവർക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഭയങ്കര ട്രാഫിക്കാണ് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത്. അതേപോലെ തന്നെ കഷ്ടപ്പെടുകയാണ് ട്രാഫിക് പോലീസുകളും എല്ലാ പോലീസുകാരും. അവരോടെല്ലാവരും ഈ അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുന്നു. ബിക്കോസ് അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാനും കണ്ടു. അപ്പോൾ അവരെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ കുറേ വണ്ടികൾ റോങ് വരുന്നുണ്ട്. പിന്നെ കുറേ കലങ്ങളും കുറേ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ കണ്ടു. പക്ഷെ അവിടെ ഒന്നും ഇറക്കാൻ എൻ്റെ അമ്മ സമ്മതിച്ചില്ല. കാരണം ആദ്യത്തെ ലക്ഷ്യം ആറ്റുകാലമ്മയുടെ ക്ഷേത്രമാണ്. അതുകൊണ്ട് അമ്പലനട വരെ ഒരു സ്ഥലത്തും ഇറങ്ങരുത്. പിന്നെ കുറേ നല്ല നല്ല കാഴ്ചകൾ, കുറേ സമിതികൾ, സംഘടനകൾ എല്ലാവരും ഒരുപാട് അലങ്കാരങ്ങളൊക്കെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കണ്ടു. ഓട്ടോയിലിരുന്ന് കാണേണ്ടി വന്നാലും അതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ശരിക്കും എൻ്റെ തൊണ്ട പോയിരിക്കുകയാണ്. കാരണം ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടൊക്കെ പോയി. പക്ഷെ സൗണ്ടോടുകൂടി ചെയ്യണമെന്നൊക്കെയാണ്. സൗണ്ടൊക്കെ മിക്കവാറും പോയി. ഇപ്പോഴാണ് ഒരുവിധമായപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഈ ഓട്ടോ കുറേ നേരം നിന്നാണ് പോയത്. പക്ഷെ അവർ നന്നായിട്ട് അയാൾ നല്ല പൈസ ചോദിച്ച് വാങ്ങുകയും ചെയ്തു. പക്ഷെ അത് കുഴപ്പമില്ല, നല്ലൊരു ആഘോഷ ദിവസമായതുകൊണ്ട് ഞാനും ചിരിച്ചുകൊണ്ട് തന്നെ പൈസ കൊടുത്തു. അങ്ങനെ ആറ്റുകാൽ അമ്പലനടയിലെത്തി ഒരുപാട് സന്തോഷങ്ങൾ തോന്നി. ഒരുപാട് പേര് ഒരുപാട് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് അകത്ത് കയറേണ്ട അവസ്ഥയായിരുന്നു. ഞാനും അമ്മയും കാണാൻ അകത്ത് കയറി. ഒരുപാട് സന്തോഷം തോന്നി. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് അമ്മയുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തെങ്കിലും അമ്മ ഒരുപാട് ക്ഷീണിച്ചു. എന്നാലും അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അമ്മയ്ക്ക് ഈ ആൾക്കൂട്ടവും അതിൻ്റെ ഇടയിലൊക്കെ പോകാനും അവരുടെ സന്തോഷമൊക്കെ കാണാനും അവർ ഫാമിലി ആയിട്ട് വന്നതും എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അമ്മേരെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഈ തിരക്ക്, ഭയങ്കര ചൂടും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് പറ്റില്ല. എനിക്ക് ഈ ആൾക്കൂട്ടം വലുതായിട്ട് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അമ്മേരെ കൂടെ നടന്നപ്പോൾ ഒരു സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്നാമത്തെ കാര്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ എന്നാലും അമ്മയ്ക്ക് വേണ്ടിയാണ് പോയത്. അമ്മേരെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊങ്കാലയ്ക്ക് മുമ്പേ ഒന്ന് തിരുനടയിലൊന്ന് പോകണം, ദേവിയെ ഒന്ന് തൊഴണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേരെ സന്തോഷത്തിൽ കൂടെ നിന്നു എന്നേ ഉള്ളൂ. ആ ദേവി ഭയങ്കര സുന്ദരിയായിരുന്നു. എന്താ പറയുക, ദേവി ഉടുത്തിരിക്കുന്ന സാരി ഒന്നും എനിക്ക് സൂം ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരമ്പലമാണ് ആറ്റുകാൽ. അവിടെ ഒരുപാട് എന്താ പറയുക, ചുറ്റും എന്ന് വെച്ചാൽ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെയാണ് ഒരുപാട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് പൊങ്കാല ഇടാൻ വന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഫണ്ട് കൂടിപ്പോയത് കൊണ്ടാണോ അതോ അവരുടെ സമയം പരിമിതി കാരണം അവർ ചെയ്യാതെ വിട്ടതാണോ, എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരുപാട് പോലീസുകാർ കഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ കണ്ടു. അതിൻ്റെ ഇടയിൽ കുറേ അമ്മമാർ ക്യൂ നിന്ന് തളർന്ന് പലരും വെള്ളമൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാർ ഓടി കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതൊക്കെ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നെയ് വിളക്ക് കത്തിക്കാൻ. അപ്പോൾ ഈ ഇത്രയും തിരക്കിനിടയിൽ അതിനകത്ത് ഓൾറെഡി കുറേ അമ്മമാരും ചേച്ചിമാരും ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ വേണ്ട, ഈ ഈ തിരക്കിൽ തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ആറ്റുകാലമ്മ എന്നും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് സമാധാനത്തിൽ നമുക്ക് കത്തിക്കാം, ഫോട്ടോ എടുക്കാം, എന്തുവേണേൽ ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അമ്മേരെ മുഖം നന്നായി. എങ്കിലും ആളിനടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയായിട്ട് കുറച്ച് നേരം കറങ്ങി. പിന്നെ കുറച്ച് എന്താ പറയുക, അമ്മയ്ക്ക് വെള്ളമൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടാണ് പോയത്. കാരണം അവിടെ നിന്നും പുറത്തുനിന്ന് വെള്ളമൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഈസ്റ്റ് ഔട്ടിൽ വന്നപ്പോഴാണ് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചത്. അല്ലാതെ വെള്ളമൊന്നും പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ഡയറ്റായിരുന്നു. അതും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഷുഗറും കൂടെ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ജ്യൂസൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാൻ ചായ വാങ്ങി കൊടുത്തു. അമ്മ കഴിച്ചു. പിന്നെ ഫുഡും കഴിച്ചു.
ഓൾറെഡി അമ്മ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഈ വർഷത്തെ ഉത്സവം അങ്ങനെ അടിപൊളിയായി. ഞാൻ അകത്തുള്ള ദേവിയോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്നും എൻ്റെ അമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. അതേപോലെ തന്നെ എന്നും എൻ്റെ അമ്മയുടെ കൂടെ നീ ഉണ്ടാവണം, എന്നും എൻ്റെ അമ്മയെ സന്തോഷമായിട്ട് നോക്കാൻ എന്നെക്കൊണ്ട് പറ്റണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയായിട്ട്. ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗേൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത് നമ്മുടെ അമ്മയെ തന്നെയാണ്. നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ഫസ്റ്റ് വാലന്റൈൻ ഒബ്വിയസ്ലി നമ്മുടെ മദറാണ്. ഇങ്ങനെ യാത്ര ചെയ്യണമെന്നും ഇങ്ങനെ കാണണമെന്നും പലയിടത്തും പോകണമെന്ന ആഗ്രഹങ്ങൾ ഒരുപാട് കാലം അടുക്കളയിൽ ഒതുക്കി വെച്ച ഒരാളായിരുന്നു.